കോൺഗ്രസിന് അവകാശപ്പെട്ടതെല്ലാം തട്ടി നീക്കുന്നതിൽ BJP ഒരു വൈരാഗ്യ ബുദ്ധിയോടെ നടത്തുന്ന സമീപനം 2014 കൃത്യമായും നടപ്പിലാക്കാൻ ആരംഭിച്ചത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP എല്ലാ തരത്തിലും കോൺഗ്രസിനെ മുക്തമാക്കാൻ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പല സംസ്ഥാനത്ത് നടക്കുമ്പോഴും പല പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി വർഗീയ ധ്രുവീകരണം എല്ലാ ദിശയിലും അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ BJP നടപ്പിലാക്കിക്കൊണ്ടേയിരുന്നു. വാസ്തവത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കാൻ മതത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പാവപ്പെട്ടവനെന്നും പണക്കാരനുമെന്ന് അന്തരം കൃത്യമായി ഉടലെടുക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കുപ്രചരണത്തിൻ്റെ കൃത്യമായ ഉറവിടങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിൽ BJPയുടെ IT സെൽ കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ പ്രവർത്തനം എന്നത് BJP നേതൃത്വം ഇന്നേ വരെ അതിനുവേണ്ടി ചെലവഴിക്കാത്ത തരത്തിലുള്ള ഫണ്ടിങ്ങാണ് കഴിഞ്ഞ 10 കൊല്ലം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസിനെ എങ്ങനെ അത് നൽകാതിരിക്കാം, ആ അവകാശത്തെ ഹനിക്കാമെന്നത് ഓം ബിർളയും BJP അംഗങ്ങളും ഒരുമിച്ചിരുന്ന് കൂടിയാലോചിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഓം ബിർള കടുത്ത മത്സരം നേരിടേണ്ട സാഹചര്യത്തെ അപ്രതീക്ഷിതമായി അതിനെ തകിടം മറിക്കുന്ന രീതിയിൽ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുന്ന ആ സമീപനം BJP അവലംബിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് എതിർക്കേണ്ടതായിരുന്നു. അത് നടപ്പിലാക്കാത്തതിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി കൃത്യമായും അതൊരു ഫെയിലുവർ അറ്റംപ്റ്റായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിന് നൽകാം എന്ന വാക്ക് BJP പാലിച്ചില്ല എങ്കിൽ തീർച്ചയായും അതിന് മറുപടി കോടതി വഴി തന്നെ കോൺഗ്രസ് നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. സുപ്രീം കോടതിയുടെ പരിധിയിലിരിക്കുന്ന വിഷയമാക്കി മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായും അർഹതപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി, അതും ലോക്സഭയിൽ BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി എന്ന രീതിയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അവകാശത്തെ ഹനിക്കുന്ന ഈ നെറികെട്ട സമീപനത്തെ കൃത്യമായും നേരിടാൻ ആക്ഷൻ കൗൺസിൽ കോൺഗ്രസ് രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമ പോരാട്ടത്തിനൊടുവിൽ അംഗീകാരം ലഭിക്കുക തന്നെ ചെയ്യും. അത് കിട്ടുന്ന നാൾ വരെയും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഈ വർഷത്തിനുള്ളിൽ തന്നെ അത് നേടിയെടുക്കുമെന്ന് AICC നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.